ആഗോളതലത്തിലുണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും ക്രൂഡ് ഓയിൽ വിലയെയും പ്രകൃതിവാതകത്തിൻ്റെ വിലയെയും പലപ്പോഴും ഗണ്യമായി ബാധിക്കാറുണ്ട്. ക്രൂഡ് ഓയിലിൻ്റെ ലഭ്യതയുടെ വ്യത്യാസമനുസരിച്ച് പല സ്ഥലങ്ങളിലും ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകാറുണ്ട്. കാരണം എല്ലാ തരത്തിലുള്ള യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് ഊർജം ആവശ്യമാണ്. ഊർജത്തിന് നമ്മൾ ഫോസിൽ ഇന്ധനങ്ങളായ ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവുമാണ് പ്രധാനമായി ആശ്രയിക്കുന്നത്. എന്നാൽ നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇവയുടെ ലഭ്യത അനുദിനം കുറഞ്ഞു വരികയാണ്. കാരണം ഇത് പ്രകൃതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. നിലവിലുള്ള ശേഖരത്തിൽ നിന്ന് നമ്മൾ ഖനനം ചെയ്ത് അനുദിനം ഇവയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു സൈഡിൽ നമ്മുടെ ഊർജ്ജ ആവശ്യങ്ങൾ കൂടി വരികയുമാണ്. അങ്ങനെ വരുമ്പോൾ പ്രകൃതിദത്തമായി ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളുടെ ലഭ്യത കുറയുന്നതനുസരിച്ച് നമുക്ക് ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകാം. തന്നെയുമല്ല, പ്രകൃതിദത്ത ഇന്ധനങ്ങൾ, അതായത് ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുമ്പോൾ അത് ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നതിനും മറ്റ് പല വിധത്തിലുള്ള മലിനീകരണത്തിനും ഇടയാക്കുന്നു. ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന മലിനീകരണം ഒരു സൈഡിൽ, ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അവയുടെ ലഭ്യത കുറഞ്ഞു വരുന്നു എന്നുള്ളത് മറ്റൊരു വിഷയം. എന്ന് പറയുമ്പോൾ ഫോസിൽ ഇന്ധനങ്ങൾ അനുദിനം ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ലഭ്യത കുറയുക എന്ന് പറഞ്ഞാൽ അവയ്ക്ക് ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ ഊർജാവശ്യങ്ങൾ ശരിയായ വിധത്തിൽ നിറവേറ്റുന്നതിനും നിലവിലുള്ള ഇന്ധനം കൊണ്ടുള്ള അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും അക്ഷയ ഊർജ സ്രോതസ്സുകളെ ആശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യകത നാം മനസ്സിലാക്കേണ്ടത്. അനുദിനം ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളുടെ ലഭ്യത കുറഞ്ഞു വരുന്നതും ഇവയിൽ നിന്നുള്ള അന്തരീക്ഷ മലിനീകരണം കൂടുതലായിരിക്കുന്നതും പരിഗണിച്ചുകൊണ്ട് അക്ഷയമായ ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തേണ്ടതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഓഗസ്റ്റ് 20 അക്ഷയ ഊർജ ദിനമായി ഇന്ത്യയിൽ ആചരിക്കപ്പെടുന്നത്. ഇത് പ്രത്യേകിച്ച് ഓഗസ്റ്റ് 20 എന്ന് പറയുന്നത് അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധിയുടെ ജന്മദിനമാണ്. അദ്ദേഹം ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ നൽകിയിട്ടുള്ള സംഭാവനകൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഓഗസ്റ്റ് 20 അക്ഷയ ഊർജ ദിനമായി ഇന്ത്യയിൽ കൊണ്ടാടുന്നത്. ആദ്യമായി ഇന്ത്യ അക്ഷയ ഊർജ ദിനം ആഘോഷിച്ചത് 2004 തുടർന്നുള്ള എല്ലാ വർഷങ്ങളിലും ഓഗസ്റ്റ് 20 അക്ഷയ ഊർജ ദിനമായി ആചരിക്കപ്പെടുകയാണ്. ഇത് കേവലം ഒരു പ്രത്യേക ദിനത്തിൻ്റെ ആഘോഷം അല്ലെങ്കിൽ അതിൻ്റെ ഓർമ്മപ്പെടുത്തൽ എന്നതിനേക്കാൾ ഉപരി സുസ്ഥിരമായ ഒരു നാളേക്കായിട്ടുള്ള ചുവടുവയ്പ് കൂടിയാണ്. ഈ അവസരത്തിൽ ജൈവ മാലിന്യങ്ങളിൽ നിന്നുള്ള ബയോഗ്യാസ് ഉൽപ്പാദനം, സൗരോർജ ഉൽപ്പാദനം, കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങിയ അക്ഷയ ഊർജ സ്രോതസ്സുകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ഹരിതഗൃഹവാതകങ്ങളുടെ വ്യാപനം തടയുന്നതിനും സുസ്ഥിരമായ ഒരു ഭാവി കെട്ടിപ്പടുക്കുന്നതിനും ലക്ഷ്യമിടുക എന്നതാണ് ഈ അക്ഷയ ഊർജ ദിനത്തിൻ്റെ പ്രധാന സന്ദേശം. അതിനായി ദേശീയ തലത്തിൽ വിവിധ സെമിനാറുകളും ബോധവൽക്കരണ പരിപാടികളും പ്രദർശനങ്ങളും സംഘടിപ്പിച്ച് ജനങ്ങളെ കൂടുതൽ ഇതിൻ്റെ ബോധവാന്മാരാക്കി മാറ്റേണ്ടതിൻ്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അക്ഷയ ഊർജ സ്രോതസ്സുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക വഴി ഒരു ഹരിതാഭമായ ഭാവി നമുക്ക് വിഭാവനം ചെയ്യുന്നതിനും ഇന്ന് ലോകത്താകമാനം ജനങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ആഗോള താപ ഉയർച്ചയുടെയും ഊർജ പ്രതിസന്ധിക്കും വലിയൊരളവ് വരെ പരിഹാരം കാണുന്നതിന് ബയോഗ്യാസ്, സോളാർ, വിൻഡ് തുടങ്ങിയ അക്ഷയ ഊർജ സ്രോതസ്സുകൾ നമ്മുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാക്കി മാറ്റാൻ സാധിക്കും. അതിലേറ്റവും ലളിതമായി ചെയ്യാവുന്നത് ഓരോ വീടുകളിലും സ്ഥാപനങ്ങളിലും ഒരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുക എന്നുള്ളതാണ്. ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു ഏജൻസിയുടെയും ആശ്രയമില്ലാതെ നമുക്ക് തന്നെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് വാങ്ങി വീട്ടിൽ സ്ഥാപിക്കാവുന്നതോ അതല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങൾ നിർമ്മിക്കുകയോ ചെയ്യാവുന്നതാണ്. അതിന് അനുയോജ്യമായ സാങ്കേതിക വിദ്യകൾ ഇന്ന് ലഭ്യമാണ്. ബയോടെക് വികസിപ്പിച്ചെടുത്തിട്ടുള്ള പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകൾ നമുക്കൊരു ഗാർഹിക ഉപകരണം, അതായത് ഒരു റെഫ്രിജറേറ്ററോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനോ വാങ്ങുന്നത് പോലെ വാങ്ങി നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ
അവിടെ ലഭ്യമാകുന്ന ജൈവ അവശിഷ്ടങ്ങളുടെ അളവിനനുസരിച്ചുള്ള ഒരു പ്ലാന്റ് സെലക്ട് ചെയ്യണമെന്നേ ഉള്ളൂ. അങ്ങനെ ഒരു പ്ലാന്റ് വാങ്ങി കൊണ്ടുപോയി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അതിനെ പ്രവർത്തനക്ഷമമാക്കാൻ ആവശ്യമായ സാങ്കേതിക സഹായം ബയോടെക് നൽകുന്നുണ്ട്. അപ്പോൾ അക്ഷയ ഊർജ ദിനം എന്ന് പറയുന്നത് ഓരോ പൗരനും അനുസ്മരിക്കേണ്ടതും അതിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ വീടുകളിലും സ്ഥാപനങ്ങളിലും അനുയോജ്യമായ ബയോഗ്യാസ് പോലുള്ള അക്ഷയ ഊർജ പദ്ധതികൾ പ്രാവർത്തികമാക്കി ഓരോ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സുസ്ഥിരമായ ഒരു നാളേക്കായിട്ടുള്ള യജ്ഞത്തിൻ്റെ പങ്കാളികളാകാൻ സാധിക്കും. താങ്ക് യു.